ഹലോ ചങ്ങായിമാരെ, അപ്പം നമ്മളെ ചമ്മാട് ദർശനൻ്റെ ഭാഗത്തൊക്കെ റോഡിൻ്റെ കുണ്ടും കുഴികളും ചാലുകളൊക്കെ തൂർത്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. തൽക്കാലം ഒരാശ്വാസം ഉണ്ടാവും. ഇത് മൊത്തത്തിൽ ഒന്നായിട്ട് റീറബറൈസർ ചെയ്യണ വരെ അതാണ് അതിൻ്റെ ഇത്. അതുവരെ ഈ ചാലിന് വലിയ കുറവൊന്നും ഉണ്ടാവില്ല. തൽക്കാലം കുണ്ടും കുജൊക്കെ നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇനി അത് ആ കൊണ്ട് കുറച്ച് ദിവസം കൂടി വണ്ടി പോകുമ്പോ പിന്നെയും താവും. അങ്ങനെ പിന്നെയും താന്ന് പിന്നെ ഇനി ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ വീണ് മരിച്ചിങ്ങാണ്ട് ചാനലരൊക്കെ എടുത്ത് കുറിച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുമ്പോ പിന്നെയും വരും. ലേശം കൽക്കസമാവാത്തിയിട്ട് ആ ഓട്ടൊക്കെ നടത്തിങ്ങാണ്ട് അങ്ങനെയാണ് പോവും. അപ്പൊ നമ്മള് കുറ്റം പറയല്ല, ഏതായാലും അങ്ങനെ അടച്ചു പോകുന്നുണ്ട്. ഒരു ദോഷം പറയാം. തൽക്കാലം അത് കാറ്റൊക്കെ അടിച്ച് പിന്നെ അതിന് കുറച്ച് താറൊക്കെ ഒഴിച്ച് വലിയ ഇഞ്ചിനൊക്കെ കൊടുന്ന് അമർത്തി മെറ്റലൊക്കെ ഭാരി ചെരിഞ്ഞ് അങ്ങനെ പോണ്ടേ. മനസ്സിലായില്ലേ? ഇവർക്ക് ഈ ദാറ് കിട്ടാൻ ഓർമോസ്റ്റ് കടലടച്ചുകൊണ്ട് കിട്ടാൻ ചിലപ്പോൾ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും സാധനം ഇപ്പൊ കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇപ്പൊ അത് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ അടക്കൽ കഴിഞ്ഞിട്ട് ഇനി ഈ റോഡ് ഒന്നായിട്ട് റീറബറൈസർ നടത്തും. അത് വേറെ ആൾക്കാർക്കാണ്, ഈ ബൽക്കല്ല. ആ റബ്ബറൈസറിന്റെ പണി കഴിഞ്ഞാലേ നമ്മളെ റോഡ് മര്യാദക്ക് റോഡാവുള്ളൂ. അപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ? കൂരിയാട്, മണ്ണിപ്പിലാക്കല്, വേങ്ങര, ഈ ഭാഗങ്ങളിലൊക്കെ റോഡിന്റെ കുണ്ടുകുഴികളൊക്കെ ഹൈവേലല്ല, മലപ്പുറം റോട്ടില് വേങ്ങരന്ന് അങ്ങോട്ട് കൂരിയാട്ടിൽ നിന്ന് അങ്ങോട്ടുള്ള റോഡൊക്കെ എകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ കുണ്ടുകുഴികളോടത്തൊക്കെ പിന്നെ മെറ്റലും ഇതൊക്കെ ഇട്ടാണ്ട് ഉയരം കൂട്ടി എല്ലാം റെഡിയാക്കി ക്ലിയറാക്കി വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പണികളൊക്കെ ഏകദേശം തീരുമാനം അതിൻ്റെ ശേഷം ഈ റോഡ് ഇവിടുന്ന് നമുക്ക് ഒന്നായിട്ടുള്ള റബ്ബറൈസർ നടക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇത് നമ്മളെ ഈ പൈപ്പ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കീറിയ ആൾക്കാരെ ആ പദ്ധതിയാണ്. അപ്പോൾ ഓല് തൽക്കാലം അത് പിന്നെയും കുണ്ടായപ്പോൾ അന്ന് അടച്ചു പോയതൊക്കെ പിന്നെയും മൂന്നാമത്തെ തവണയാണ്. മൂന്നാമത്തെ തവണയെങ്കിലും മൂന്നാമത്തെ തവണ പോലും വന്നിക്കില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ അതിന്റെ പേരിലാണ് പോലെ ഇപ്പൊ ശരിയാക്കുന്നുണ്ട്. മനസ്സിലായ? അപ്പൊ ഇനി താവൂല. ഇനി താവണീന്റെ മുമ്പായിട്ട് റീറബറൈസർ അടുത്തുണ്ടാവും. മനസ്സിലായോ? അതിന് അവിടൊക്കെ എകരത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വേങ്ങരക്ക് എത്തുന്ന ഭാഗങ്ങളിലൊക്കെ അതിന്റെ ഒക്കെ പണി തീരുമാനം അതിന്റെ ശേഷം ഒന്നായിട്ട് റബ്ബറൈസറിന്റെ കടലാസ് കേൾക്കും. പിന്നെ അല്ല അത് ഇപ്പൊ അടുത്ത് അതിന്റെ പണിയൊക്കെ നടക്കും. മനസ്സിലായില്ലേ? പക്ഷെ ഇതുകൊണ്ടൊന്നും ചമ്പാട്ടങ്ങാടിയില് ബ്ലോക്ക് പോവില്ല. അവിടെ ഖദീജന്റെ അവിടെ 2 ആല് മുറിച്ച് വെച്ചിട്ടോ, ഇങ്ങേ പുറത്ത് 2 വെച്ചിട്ട് പോട്ടർമാരെ ആ ഷെഡ് പൊളിച്ചിക്കണ് വെച്ചിട്ടോ, ഇതുകൊണ്ടൊന്നും ഗോപാലം കഞ്ഞി കുടിച്ചില്ല അറിഞ്ഞ മാതിരി. അതിപ്പോ ചമ്മാട്ടങ്ങാടിയില് ഈ ബ്ലോക്ക് നടക്കുന്നത് പിന്നെ ഈ കച്ചവടക്കാരെ കച്ചവടം മുട്ടും അറിഞ്ഞാണ്ടാണ്. പക്ഷെ ഇപ്പൊ കച്ചവടക്കാരെ മുട്ടിക്കേണ്ടത് എന്താണെന്നറിയോ? ആൾക്കാർ ഇങ്ങോട്ട് വരാൻ പറ്റാതെ അവസ്ഥയിൽ ഇപ്പൊ പറ്റ മുട്ടി. ഇപ്പൊ ആർക്കും കച്ചവടം ചെയ്യാം. കച്ചവടമായിട്ട് ഉത്തർന്നാൽ മതി. ആൾക്കാർക്ക് എല്ലാവർക്കും വണ്ടിയുള്ളതാണ്. ഓലോട്